ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലൂടെ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ നടത്തേണ്ടത് എന്ന് സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട ചില ദുആകളാണ് നമ്മൾ കണ്ടിരുന്നത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട 2-3 ചെറിയ ദുആകളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്. മാഷാ അല്ലാഹ്. ഒന്നാമതായി, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പറഞ്ഞു പഠിപ്പിച്ച ഒരു പ്രാർത്ഥന, റബ്ബി ഇഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. നമുക്കെല്ലാം ഏറെ സുപരിചിതമായ, എപ്പോഴും നമ്മുടെ നാവുകളിലൂടെ ഉണ്ടായിരിക്കേണ്ടുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ദുആ. ദുആയുടെ അർത്ഥം പറയാം. എൻ്റെ റബ്ബേ, എനിക്ക് നീ പുറത്തു തരേണമേ, എൻ്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ. അതാണ് റബ്ബി ഇഗ്ഫിർലി വതുബ് അലയ്യ. പിന്നെ ഇന്നക അൻത തവ്വാബുർ റഹീം, നിശ്ചയമായും നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും അതുപോലെ റഹീമുമാകുന്നു, കരുണാവാരിധിയും ആകുന്നു. ഇതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും വിവരിക്കുന്നിടത്ത് ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ഒരേ സദസ്സിൽ വെച്ച് ഈ ദിക്ർ 100 പ്രാവശ്യം റസൂലുള്ള പ്രാർത്ഥിച്ചിരുന്നത് ഞങ്ങൾ എണ്ണിക്കണക്കാക്കിയിരുന്നു എന്ന്. അതുപോലെ മറ്റൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ദംബി കുല്ലഹ് ദിക്കഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറഹു. ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. അല്ലാഹുവേ, എൻ്റെ എല്ലാ പാപങ്ങളും, അതായത് ലഘുവായതും ഗുരുതരമായതും, അതാണ് ദിക്കഹു വജില്ലഹു എന്നുള്ളതിൻ്റെ അർത്ഥം. അതുപോലെ അവ്വലഹു വആഖിറഹു പറഞ്ഞാൽ ആദ്യത്തേതും അവസാനത്തേതും. പിന്നെ അലാനിയതഹു വസിറഹു, രഹസ്യമായതും പരസ്യമായതും. അപ്പോൾ അല്ലാഹു, എൻ്റെ എല്ലാ പാപങ്ങളും ലഘുവായതും ഗുരുതരമായതും ആദ്യത്തേതും അവസാനത്തേതും രഹസ്യമായതും പരസ്യമായതും പുറത്തു തരണമേ. ഇതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും വിവരിക്കുന്ന സ്ഥലത്ത് അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലാണ് കാണാൻ കഴിയുക. അതുപോലെ മറ്റൊരു ചെറിയ പാപമോചന പ്രാർത്ഥനയാണ്, റബ്ബി ഇഗ്ഫിർലി ഖതിഅതി യൗമദ്ദീൻ. എൻ്റെ റബ്ബേ, പ്രതിഫല നാളിൽ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണമേ എന്ന്. റബ്ബി ഇഗ്ഫിർലി ഖതിഅതി യൗമദ്ദീൻ എന്നുള്ളത്. അതുപോലെ മറ്റൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹുമ്മ ലക്കൽ ഹംദു മിൽ അസ്സമാഇ വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ശൈഇ ബഅദു. അല്ലാഹുമ്മ തുഹിർനി ബിസ്സൽജി വൽ ബർദി വൽ മാഇൽ ബാരിദി. അല്ലാഹുമ്മ തുഹിർനി മിനൽ ദുനൂബി വൽ ഖത്വായാ കമാ യുനഖ്ഖ സൗബുൽ അബീദു മിനൽ വസഖി. ഞങ്ങളുടെ നാഥനായ അല്ലാഹുവേ, ആകാശങ്ങൾ നിറയെ നിനക്കാണ് സർവ്വസ്തുതിയും. മഞ്ഞുകൊണ്ടും ബർദുകൊണ്ടും അഥവാ തണുപ്പുകൊണ്ടും തണുത്ത വെള്ളം കൊണ്ടും നീ എന്നെ ശുദ്ധീകരിക്കണമേ. വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധിയാക്കുന്നത് പോലെ കുറ്റങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും നീ എന്നെ ശുദ്ധീകരിക്കണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഇസ്തിഗ്ഫാറിൻ്റെ ദുആകളെല്ലാം ശരിക്കും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് തന്ന് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.